എല്ലാവർക്കും മറ്റൊരു ക്ലാസ്സിലേക്ക് കൂടി വെൽക്കം. ഇന്ന് നമ്മൾ ബിസിനസ് സ്റ്റഡീസിൻ്റെ അതായത് +2 ബിസിനസ് സ്റ്റഡീസിൻ്റെ മോഡൽ എക്സാം 2025 ആൻസർ കീ ഒന്ന് ഡിസ്കസ് ചെയ്യുകയാണ്. +2 ബിസിനസ് സ്റ്റഡീസിൻ്റെയും അക്കൗണ്ടൻസിയുടെ ഒക്കെ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ ലഭ്യമാണ്. നിങ്ങൾക്കത് കണ്ടു പഠിക്കാവുന്നതാണ്. വളരെ ഷോർട്ടായിട്ട് നിങ്ങൾക്ക് പഠിക്കാവുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് +2 ബിസിനസ് സ്റ്റഡീസിൻ്റെ ക്ലാസ്സുകൾ. അതിൻ്റെ പ്ലേലിസ്റ്റ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നമുക്ക് ഈ ഒരു ആൻസർ കീയുടെ ലിങ്ക്, ആൻസർ കീയുടെ ഒരു PDF വേണ്ടവർ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്തിട്ട് റിക്വസ്റ്റ് അയയ്ക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്കത് അയച്ചു തരുന്നതാണ്. ഇൻസ്റ്റാഗ്രാം ID ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിച്ച് among the following concept is identified as the essence of management? മാനേജ്മെൻറ്റിൻ്റെ എസൻസ് എന്നറിയപ്പെടുന്ന താഴെ പറയുന്ന കൺസെപ്റ്റ് ഏതാണ്? അതിലേതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം മാനേജ്മെൻറ്റിൻ്റെ എസൻസ് എന്നറിയപ്പെടുന്ന ഏതാണ്? കോർഡിനേഷനാണ് അല്ലേ? കോർഡിനേഷൻ ഈസ് ദി എസൻസ് ഓഫ് മാനേജ്മെൻറ്റ്. ദെൻ ഫൈൻഡ് ദ ഓഡ് വൺ ഫ്രം ദി ഫോളോവിങ്. താഴെ പറയുന്നതിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഏതാണ്? ഡെവലപ്പിംഗ് പ്ലാനിംഗ് പ്രിമിസസ്, ഇവാലുവേറ്റിംഗ് ഓൾട്ടർനേറ്റീവ്സ്, സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ അതിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഏതാണ്? മെൻ്റൽ എക്സർസൈസ് ആണല്ലേ. ബാക്കിയെല്ലാം നമുക്കറിയാം അത് പ്ലാനിങ്ങിൻ്റെ ആ ഒരു സ്റ്റെപ്പാണ് ഈ പറഞ്ഞിരിക്കുന്നത് അല്ലേ? പ്ലാനിങ്ങിൻ്റെ സ്റ്റെപ്പാണ്. അപ്പോൾ അതിൽ മെൻ്റൽ എക്സർസൈസ് മാത്രമാണ് നമുക്ക് ഒറ്റപ്പെട്ട് നിൽക്കുന്നത്. ദെൻ അടുത്തത് ടേം യൂസ്ഡ് ടു ഡിനോട്ട് ബീങ് ആൻസറബിൾ ഫോർ ദി ഫൈനൽ ഔട്ട്കം. ഫൈനൽ ഔട്ട്കമിനൊക്കെ ആൻസറബിൾ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ജോലി ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്തോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ആൻസറബിൾ ആയിരിക്കുക, അക്കൗണ്ടബിൾ ആയിരിക്കുക എന്ന് പറയുന്നത് അക്കൗണ്ടബിലിറ്റിയാണ് സൂചിപ്പിക്കുന്നത് അല്ലേ? അക്കൗണ്ടബിലിറ്റിയാണ്. അതോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ പവർ ടു മേക്ക് ഓർഡർ ആണല്ലേ? ഓർഡർ ഇടാനുള്ള ആ ഒരു അധികാരത്തെയാണ് നമ്മൾ അതോറിറ്റി എന്ന് പറയുന്നത്. ഡെലിഗേഷൻ എന്ന് പറയുന്നത് ഒരു ജോലി മറ്റൊരാളെ ഏൽപ്പിക്കുന്നതിനാണ് ഡെലിഗേഷൻ എന്ന് പറയുന്നത്. റെസ്പോൺസിബിലിറ്റി എന്ന് വെച്ചാൽ ആർക്കാണോ ഈ ജോലി ഡെലിഗേറ്റ് ചെയ്യുന്നത് അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഒബ്ലിഗേഷൻ, ആ ജോലി ചെയ്തു തീർക്കാനുള്ള അവരുടെ ഉത്തരവാദിത്തമാണ് നമ്മൾ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ആൻസറബിൾ ആയിരിക്കുക, അക്കൗണ്ടബിൾ ആയിരിക്കുക എന്നെല്ലാം സൂചിപ്പിക്കുന്നത് അക്കൗണ്ടബിലിറ്റിയാണ്. Then read the following statement. In this method of training, actual work environment is created in classroom and employees use the same material. ഇപ്പോൾ ഇവിടെ നമ്മൾ ഒരു ട്രെയിനിങ് മെത്തേഡിനെ കുറിച്ചാണ് പറയുന്നത് അല്ലേ? അതായത് വെസ്റ്റിബിൾ ട്രെയിനിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ യഥാർത്ഥ ജോലി സാഹചര്യത്തിന് തുല്യമായിട്ടുള്ള മറ്റൊരു വർക്ക് എൻവയർമെൻറ്റ്, അതുപോലെ തന്നെ മറ്റൊരു വർക്ക് എൻവയർമെൻറ്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അവിടെ വെച്ച് ട്രെയിനിങ് കൊടുക്കുന്ന ആ രീതിയാണ് വെസ്റ്റിബിൾ ട്രെയിനിങ് എന്ന് പറയുന്നത് അല്ലേ? Then the integration of various economies of world ലീഡിങ് ടുവേഡ്സ് ദി എമർജൻസ് ഓഫ് ഗ്ലോബൽ ഇക്കോണമി ഈസ് നോൺ ആസ്. ലോകത്തിലെ രാജ്യങ്ങളുടെ ഇക്കോണമിയെല്ലാം നമ്മൾ ഒരു ഗ്ലോബലായിട്ട് അല്ലെങ്കിൽ ആഗോളതലത്തിൽ ഒരുമിപ്പിക്കുന്ന, ഒരുപോലെ ആക്കുന്ന, അതിന് പറയുന്ന പേര് ഗ്ലോബലൈസേഷൻ എന്നാണ് അല്ലേ? ഗ്ലോബലൈസേഷൻ എന്നാണ് പറയുന്നത് അല്ലേ? ദെൻ വിച്ച് വൺ ഓഫ് ദി ഫോളോവിങ് ഈസ് നോട്ട് എ പ്രിൻസിപ്പിൾ ഓഫ് ഡയറക്റ്റിംഗ്. ഡയറക്റ്റിങ്ങിൻ്റെ പ്രിൻസിപ്പിൾ ആകാത്തത് എന്നുള്ളതാണ്. ഹാർമണി ഓഫ് ഒബ്ജക്റ്റീവ്സ് ഡയറക്റ്റിൻ്റെ പ്രിൻസിപ്പിളാണ്. ഫോളോ ത്രൂ ഉണ്ട്, മാനേജൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ഡിസിപ്ലിൻ നമുക്ക് ഡയറക്റ്റിങ്ങിൻ്റെ പ്രിൻസിപ്പിൾ അല്ല അല്ലേ? ദെൻ പ്ലാനിങ് ആൻഡ് ഡാഷ് ആർ ദി 2 ഇൻസെപ്പറബിൾ ടിൻസ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് അല്ലേ? മാനേജ്മെൻറ്റിൻ്റെ ടിൻ ഫങ്ഷൻസ് അല്ലെങ്കിൽ സയാമിസ് ടിൻസ് എന്നൊക്കെ അറിയപ്പെടുന്ന, സയാമിസ് ഇരട്ടകൾ എന്നൊക്കെ അറിയപ്പെടുന്ന 2 ഫങ്ഷൻ എന്ന് പറയുന്നത് പ്ലാനിങ്ങും പിന്നെ അത് കൺട്രോളിങ്ങുമാണ് അല്ലേ? പ്ലാനിങ്ങും കൺട്രോളിങ്ങുമാണ് ഇൻസെപ്പറബിൾ ഫങ്ഷൻ എന്ന് പറയുന്നത്. വേർപെടുത്താൻ പറ്റാത്ത തരത്തിലുള്ള, അതായത് പ്ലാൻ ചെയ്ത കാര്യങ്ങൾ നടപ്പിലാക്കണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് കൺട്രോളിങ് എന്ന് പറയുന്നത് അല്ലേ? ദെൻ പ്ലാൻ ചെയ്തിട്ട് മാത്രം കാര്യമില്ല, അത് ചെക്ക് ചെയ്യണം, അത് കൺട്രോളിങ് വേണം അല്ലേ? ദെൻ കൺട്രോൾ ചെയ്തെങ്കിൽ മാത്രമേ പ്ലാനിങ്ങിൽ എഫക്റ്റീവ് ഉള്ളൂ. ജസ്റ്റ് വെറുതെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടും കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് രണ്ടും അത് റിലേറ്റ് ചെയ്ത് പോകുന്നതാണ്, അത് ഇൻസെപ്പറബിൾ ആണ് അല്ലേ? ദെൻ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. താഴെ പറയുന്നത് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് അസറ്റ്സ് മൈനസ് കറണ്ട് ലൈബിലിറ്റീസ് ആണ് അല്ലേ? കറണ്ട് അസറ്റ്സ് മൈനസ് കറണ്ട് ലൈബിലിറ്റീസിനാണ് നമ്മൾ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ ഓഫ് കറണ്ട് അസറ്റ്സ് ആണ് അല്ലേ? ടോട്ടൽ ഓഫ് കറണ്ട് അസറ്റ്സ് ആണ് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ. കറണ്ട് അസറ്റ്സിൻ്റെ ടോട്ടലിൽ നിന്ന് കറണ്ട് ലൈബിലിറ്റീസിൻ്റെ ടോട്ടൽ കുറയ്ക്കുമ്പോൾ അതിനെ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്നാണ് പറയുന്നത്. തന്നെ ബ്രാൻഡ് ഓർ പാർട്ട് ഓഫ് എ ബ്രാൻഡ് ദാറ്റ് ഈസ് ഗിവൺ ലീഗൽ പ്രൊട്ടക്ഷൻ. അപ്പോൾ ഒരു ബ്രാൻഡിനെയും അതിനൊരു ലീഗൽ പ്രൊട്ടക്ഷൻ, അത് നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമുക്കൊരു ലീഗൽ പ്രൊട്ടക്ഷൻ കിട്ടും, അത് മറ്റാർക്കും ഉപയോഗിക്കാൻ പറ്റില്ല. അതിന് നമുക്ക് പറയുന്ന പേരെന്താണ്? അതിന് ട്രേഡ് മാർക്ക് എന്നാണ് പറയുന്നത് അല്ലേ? ദെൻ കംപ്ലീറ്റ് ദ സർക്കിൾ ഇൻ റിലേഷൻ ടു മാർക്കറ്റിംഗ് മിക്സ്. മാർക്കറ്റിംഗ് മിക്സിൽ ഏതെങ്കിലും ഒരു എലമെൻറ്റ്, ഇവിടെ പ്രൈസ്, പ്ലേസ്, പ്രൊമോഷനൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലേ? നമുക്ക് 4ാമത്തെ ഏതാണ്? പ്രോഡക്റ്റ് ആണല്ലേ? പ്രോഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷനാണ് മാർക്കറ്റിംഗ് മിക്സ് വരിക. അപ്പോൾ നമ്മളിവിടെ പ്രോഡക്റ്റ് എന്ന് ഇവിടെ ഫില്ല് ചെയ്യണം അല്ലേ? പ്രോഡക്റ്റ്. then അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. മിസ്റ്റർ അരുൺ ഈസ് ദി മാനേജിംഗ് ഡയറക്ടർ ഓഫ് അരുൺ അസോസിയേറ്റ്സ് ലിമിറ്റഡ്. ഐഡൻറ്റിഫൈ 2 മേജർ ഫങ്ഷൻസ് ടു ബി പെർഫോംഡ് ബൈ ഹിം. അപ്പോൾ അരുൺ എന്ന് പറയുന്നത് ആ ഒരു കമ്പനിയിലെ മാനേജിംഗ് ഡയറക്ടറാണല്ലേ? മാനേജിംഗ് ഡയറക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മാനേജിംഗ് ഡയറക്ടർ എന്ന നിലയിൽ അദ്ദേഹം ചെയ്യുന്ന 2 ഫങ്ഷൻസ് എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ മാനേജിംഗ് ഡയറക്ടറിൽ വരുന്നത് ഏതിലാണ് വരുന്നത്? ടോപ്പ് മാനേജ്മെൻറ്റ്, മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ്, ലോവർ ലെവൽ മാനേജ്മെൻറ്റ്. അതിൽ ടോപ്പ് മാനേജ്മെൻറ്റിലാണ് മാനേജിംഗ് ഡയറക്ടർ വരുന്നത് അല്ലേ?
അപ്പോൾ ടോപ്പ് മാനേജ്മെൻറ്റിൻ്റെ ഏതെങ്കിലും രണ്ട് ഫംഗ്ഷൻസാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കുക, നമുക്ക് ഇറ്റ് ലൈഫ് ഡൗൺ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുക, പ്രിപ്പയറിംഗ് ദ പ്ലാൻസ് ആൻഡ് പോളിസീസ് ടു അച്ചീവ് ദ സെറ്റ് ഒബ്ജക്റ്റീവ്സ്, ആ ഒരു ഒബ്ജക്റ്റീവ് നേടുന്നതിന് ആവശ്യമായിട്ടുള്ള പ്ലാനിങ്, ടോപ്പ് ലെവൽ പ്ലാനിങ് നടത്തുക, മിഡിൽ ലെവലിലേക്കുള്ള ആളുകളെ അപ്പോയിൻറ്റ് ചെയ്യുക അല്ലേ, ആ സ്ഥാപനത്തിലെ ഡിപ്പാർട്ട്മെൻറ്റുകളെ, മിഡിൽ ലെവലുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളെ അവിടുത്തെ മാനേജേഴ്സിനെയൊക്കെ കൺട്രോൾ ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള ഫംഗ്ഷൻസിൽ ഏതെങ്കിലും രണ്ട് ഫംഗ്ഷൻസ് എഴുതാനാണ് നിങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ദ നെയിം എനി 2 പ്രിൻസിപ്പിൾസ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ബൈ F.W. ടൈലർ. ശാസ്ത്രീയ മാനേജ്മെൻറ്റ്, അതായത് സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൻ്റെ ഏതെങ്കിലും രണ്ട് പ്രിൻസിപ്പിൾ എഴുതാൻ വേണ്ടി നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്, നെയിം ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ സയൻസ് നോട്ട് റൂൾ ഓഫ് തമ്പ്, ഹാർമണി നോട്ട് ഡിസ്കോർഡ്, കോപ്പറേഷൻ നോട്ട് ഇൻഡിവിജ്വൽസ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും രണ്ട് പ്രിൻസിപ്പിൾ എഴുതാം അല്ലേ. ദെൻ കംപ്ലീറ്റ് ദ ഡയഗ്രം പറഞ്ഞിരിക്കുന്നത് നോക്കുക. ഇവിടെ കമ്മ്യൂണിക്കേഷൻ്റെ പ്രോസസ്സാണ് അല്ലേ, നമുക്ക് ഈ പിക്ചർ കാണുമ്പോൾ ഓർമ്മയിൽ വരണം, കമ്മ്യൂണിക്കേഷൻ്റെ പ്രോസസ്സാണ് ഇത് പറയുന്നത്. അപ്പോൾ സെൻട്രലിൽ നിന്ന് മെസ്സേജ് അല്ലേ, അപ്പോൾ ഈ ഒരു കോളത്തിൽ നമ്മൾ എന്ത് എഴുതണം, മെസ്സേജ്. സെൻട്രലിൽ നിന്ന് മെസ്സേജ് എൻകോഡ് ചെയ്ത് അത് മീഡിയ വഴി അല്ലേ ആരിലേക്ക് എത്തും, അത് റിസീവറിലേക്ക് എത്തും അല്ലേ. അപ്പോൾ നമ്മളിവിടെ എന്ത് എഴുതണം, റിസീവർ എന്ന് എഴുതണം അല്ലേ. റിസീവറിലേക്ക് എത്തുമ്പോൾ അത് ഡീകോഡ് ചെയ്താണ് റിസീവർ അത് വായിക്കുക അല്ലേ. അപ്പോൾ റിസീവർ എന്ന് ഇവിടെ എഴുതണം, അപ്പോൾ ഇവിടെ മെസ്സേജ് എന്ന് എഴുതണം. ഇനി അയാളത് റിസീവറിൽ അത് എത്തിക്കഴിയുമ്പോൾ അദ്ദേഹം അതിൻ്റെ ഫീഡ്ബാക്ക് വീണ്ടും സെൻറ്ററിൽ കൊടുക്കും അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് എഴുതണം, ഫീഡ്ബാക്ക് എന്നല്ലേ. അപ്പോൾ മെസ്സേജ്, റിസീവർ, ഫീഡ്ബാക്ക്, അങ്ങനെ 3 കാര്യങ്ങളാണ് വരിക. ദെൻ ലിസ്റ്റ് ഔട്ട് എനി 4 റൈറ്റ്സ് ഓഫ് കൺസ്യൂമർ അക്കോർഡിംഗ് ടു ദി കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരമുള്ള 4 റൈറ്റ്സ് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. റൈറ്റ് ടു സേഫ്റ്റി, റൈറ്റ് ടു ബി അഷ്യൂർഡ് അല്ലേ, റൈറ്റ് ടു അല്ലെങ്കിൽ ചൂസ്, റൈറ്റ് ടു ഇൻഫോംഡ്, റൈറ്റ് ടു ബി ഹിയർഡ്, റൈറ്റ് ടു സീക്ക് റീഡ്രസൽ, റൈറ്റ് ടു കൺസ്യൂമർ എഡ്യൂക്കേഷൻ. അതിലേതെങ്കിലും ഒരു 4 നിങ്ങൾ എഴുതേണ്ടി വരും അല്ലേ. ദെൻ റൈറ്റ് എനി 4 ഫംഗ്ഷൻസ് ഓഫ് പാക്കേജിങ്. പാക്കേജിങ്ങിൻ്റെ 4 ഫംഗ്ഷൻസ്. ഒരു പ്രൊഡക്റ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി, തിരിച്ചറിയാൻ വേണ്ടി ആ പാക്കേജിങ് സഹായിക്കുന്നുണ്ട്. പ്രൊഡക്റ്റിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടി, സംരക്ഷണത്തിന് വേണ്ടി പാക്കേജിങ് ഉപയോഗിക്കുന്നുണ്ട്. ഫെസിലിറ്റേറ്റിംഗ് യൂസ് ഓഫ് ദി പ്രൊഡക്റ്റ്, ആ ഒരു പ്രൊഡക്റ്റിനെ അത് നമുക്ക് അതിൻ്റെ ഫെസിലിറ്റേറ്റിംഗ്, അതിനെ സഹായിക്കുന്ന രീതിയിലുള്ള യൂസ് പാക്കേജിങ്ങിനുണ്ട്. പ്രൊഡക്റ്റ് പ്രൊമോഷന് വേണ്ടി അല്ലെങ്കിൽ പ്രൊഡക്റ്റിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പാക്കേജിൻ്റെ പുറത്തുള്ള അഡ്വർടൈസ്മെൻറ്റും മറ്റും കാര്യങ്ങളൊക്കെ അതിന് ഹെൽപ്ഫുള്ളാണ് അല്ലേ. then അടുത്തത് എഴുതുക കംപ്ലീറ്റ് ദ സീരീസ് അക്കോർഡിംഗ് ടു ദ ഹിൻ ഗിവൺ ബിലോ. ഇപ്പോൾ പോളിസി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ജനറൽ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് ഗൈഡ് ദ തിങ്കിങ് ഓഫ് മാനേജേഴ്സ് ആണല്ലേ. മാനേജേഴ്സിൻ്റെ നയിക്കുന്ന ജനറലായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിനെ പോളിസി എന്ന് പറയാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ റൂൾ എന്താണ്, മെത്തേഡ് എന്താണെന്നാണ് നമ്മളിവിടെ എഴുതേണ്ടത് അല്ലേ. അപ്പോൾ റൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ റൂൾസ് ആർ റിജിഡ് പ്ലാൻസ് ദാറ്റ് സ്പെസിഫൈ വാട്ട് ഷുഡ് ബി ഡൺ ഓർ നോട്ട് ബി ഡൺ ഇൻ ഗിവൺ സിറ്റുവേഷൻ. അപ്പോൾ ഒരു സാഹചര്യത്തിൽ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യാൻ പാടില്ലാത്തത് എന്നതിനെക്കുറിച്ചുള്ള കർശനമായിട്ടുള്ള ആ ഒരു പ്ലാനിനെയാണ് നമ്മൾ റൂൾ എന്ന് പറയുന്നത് അല്ലേ. അത് വയലേറ്റ് ചെയ്യാൻ വേണ്ടി പാടുള്ളതല്ല. മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡൈസ്ഡ് വേ ഓഫ് അക്കോംപ്ലിഷിംഗ് ജോബ്. ഒരു കാര്യം ചെയ്തു തീർക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് വേനെയാണ്, ആ ഒരു നിശ്ചിത രീതിനെയാണ് നമ്മൾ മെത്തേഡ് എന്ന് പറയുന്നത് അല്ലേ. ഇറ്റ് ഡീൽസ് വിത്ത് ദി ബെസ്റ്റ് വേ ടു ക്യാരി ഔട്ട് എ പർട്ടിക്കുലർ ടാസ്ക്. ഒരു ടാസ്ക് അത് നടപ്പിലാക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അത് നേടുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ആ ഒരു വഴി എന്താണോ അതിനെ നമ്മൾ മെത്തേഡ് എന്ന് നമുക്ക് പറയാം. ഇനി നമുക്ക് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. ഡ്രോ എ ഡയഗ്രം ഓഫ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്. ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്താണെന്ന് ചോദിച്ചിട്ടില്ല, എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതും പഠിച്ചിരിക്കണം കേട്ടോ. അതിനെക്കുറിച്ചും എക്സ്പ്ലനേഷൻ പഠിച്ചിരിക്കണം. ഫങ്ഷണൽ ഫോർമാൻഷിപ്പിനെ സൂചിപ്പിക്കുന്ന ഡയഗ്രം വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ഫാക്ടറി മാനേജറിനെ രണ്ടായിട്ട് പ്ലാനിങ് ഇൻചാർജ് എന്നും പ്രൊഡക്ഷൻ ഇൻചാർജ് എന്നും, അതായത് 8 ഫോർമാൻ ഉണ്ടാവും അല്ലേ. 8 പേരിൽ പ്ലാനിങ് ഇൻചാർജിൻ്റെ കീഴിൽ 4 പേര്, റൂട്ട് ക്ലർക്ക്, ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്ക്, ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക്, ഷോപ്പ് ഡിസിപ്ലിനേറിയൻ. ദെൻ പ്രൊഡക്ഷൻ ഇൻചാർജിൻ്റെ കീഴിലും മറ്റൊരു 4 ഫോർമാൻ, അതായത് സ്പീഡ് ബോസ്, ഗ്യാങ് ബോസ്, റിപ്പയർ ബോസ്, ഇൻസ്പെക്ടർ അല്ലേ. ഇത് ഓരോന്നും എന്താണ് അവരുടെ ജോലി എന്നുൾപ്പെടെ നിങ്ങൾ എന്താണ് ഈ ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്നോടൊന്ന് പഠിച്ചു വെച്ചേക്കണം. അപ്പോൾ അവരുടെ കീഴിലെല്ലാം വർക്കേഴ്സ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഫങ്ഷണൽ ഫോർമാൻഷിപ്പിൻ്റെ ഒരു ഡയഗ്രം വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വരയ്ക്കേണ്ടത് അങ്ങനെയാണ്. ദെൻ കംപ്ലീറ്റ് ദ ഡെലിഗേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ ഓൺ ദി ഫോളോവിങ് ബേസസ്. കമ്പയർ അല്ലേ, അത് ഡെലിഗേഷനും ഡീസെൻട്രലൈസേഷനും കമ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. താഴെ പറഞ്ഞിരിക്കുന്ന 2 കാര്യങ്ങളുടെ ബേസിൽ ഫ്രീഡം ഓഫ് ആക്ഷൻ ഓരോന്നിൽ എങ്ങനെയാണ്, പർപ്പസ് ഓരോന്നിൻ്റെ എങ്ങനെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഫ്രീഡം ഓഫ് ആക്ഷൻ പറയുമ്പോൾ ഡെലിഗേഷനിലാണെങ്കിൽ ലെസ് ഫ്രീഡം ടു ടേക്ക് ഓൺ ഡിസിഷൻ അല്ലേ. സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ വേണ്ടി ഡെലിഗേഷനിൽ ചാൻസ് കുറവാണ്. കാരണം അയാളുടെ മേലുദ്യോഗസ്ഥൻ, സുപ്പീരിയർ ഓഫീസർ എന്ത് ജോലിയാണ് ചെയ്യാൻ ഏൽപ്പിച്ചത് അതേപോലെ ചെയ്യുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം മാത്രമേ ഡെലിഗേഷനിലുള്ളൂ. പക്ഷേ ഡീസെൻട്രലൈസേഷനിൽ ഗ്രേറ്റർ ഫ്രീഡം ഓഫ് ആക്ഷൻ, അതായത് സ്വന്തമായിട്ട് തീരുമാനം എടുക്കാനുള്ള പവർ കൂടി ഉൾപ്പെടെയാണ് ഡീസെൻട്രലൈസേഷനിൽ ഒരു ജോലി അല്ലെങ്കിൽ താഴെ തട്ടിലേക്ക് അധികാരം വ്യാപിപ്പിക്കുന്നത് അല്ലേ. അത് അതോറിറ്റി കൂടി അവിടെ കൊടുക്കുന്നുണ്ട്. ദെൻ ഡെലിഗേഷൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്, അതിൻ്റെ ഇമ്മീഡിയറ്റ് പർപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ
മാനേജേഴ്സിൻ്റെ ബർഡൻ, അവരുടെ ജോലി ഭാരം കുറയ്ക്കുക എന്നുള്ളതാണ്. അവർ ചെയ്യേണ്ട ജോലി മറ്റുള്ളവരോട് ചെയ്യിപ്പിച്ചെടുക്കുകയാണ് ഡെലിഗേഷനിൽ, അല്ലേ. പക്ഷേ ഡീസെൻട്രലൈസേഷനിൽ സബോർഡിനേറ്റ്സിന് കൂടുതൽ റോൾ കൊടുക്കുക, ഡിസിഷൻ മേക്കിങ്ങിനൊക്കെ കൂടുതൽ അവസരങ്ങൾ കൊടുത്തുകൊണ്ട് അവരുടെ ആ ഒരു റോള്, സ്ഥാപനത്തിലെ റോള് കൂട്ടുക എന്നുള്ളതാണ്, ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് ഡീസെൻട്രലൈസേഷൻ്റെ പ്രധാനപ്പെട്ട ഒരു ഒബ്ജക്റ്റീവ്, അല്ലേ. ദെൻ പ്രിപ്പയർ എ ബ്രീഫ് നോട്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. റൈറ്റ് എനി 6 സ്റ്റേജസ് ഇൻ സെലക്ഷൻ പ്രോസസ്സ്. സെലക്ഷൻ പ്രോസസ്സിലെ 6 സ്റ്റേജുകൾ എഴുതാണ് പറഞ്ഞിരിക്കുന്നത്. സെലക്ഷൻ നമുക്കറിയാം, പ്രിലിമിനറി സ്ക്രീനിങ്, സെലക്ഷൻ ടെസ്റ്റ്, എംപ്ലോയ്മെൻറ്റ് ഇൻ്റർവ്യൂ, റെഫറൻസ് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് ചെക്ക്, സെലക്ഷൻ ഡിസിഷൻ, മെഡിക്കൽ എക്സാമിനേഷൻ, ജോബ് ഓഫർ, കോൺട്രാക്ട് ഓഫ് എംപ്ലോയ്മെൻറ്റ്, അങ്ങനെ പല സ്റ്റേജുകളുണ്ട്, അല്ലേ. അപ്പോൾ ഈ ഒരു 8 സ്റ്റേജുകൾ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനും പഠിക്കണം കേട്ടോ. ഇവിടെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട, കാരണം നമുക്ക് പോയിൻ്റ് എഴുതാൻ വേണ്ടി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അല്ലേ. പക്ഷേ നമ്മളിത് എക്സ്പ്ലെയിൻ ചെയ്യാനും പഠിച്ചിരിക്കണം, കാരണം ഇതൊരു പക്ഷേ എസ് എ ആയിട്ടും 8 മാർക്കിൻ്റെ എസ് എ ആയിട്ടും ചോദിക്കുക. അപ്പോൾ 8 പോയിൻറ്റുകൾ നിങ്ങൾ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനും കൊണ്ട് പഠിച്ചിരിക്കണം. ദെൻ ഡിപ്പെൻഡിങ് ഓൺ ദി യൂസ് ഓഫ് അതോറിറ്റി ദെർ ആർ 3 ബേസിക് സ്റ്റൈൽസ് ഓഫ് ലീഡർഷിപ്പ്. അപ്പോൾ ലീഡർഷിപ്പിൻ്റെ 3 സ്റ്റൈലുകളുണ്ട്. ഐഡൻറ്റിഫൈ ദി സ്റ്റൈൽ. ഓരോ സ്റ്റൈലുകളും ഏതാണെന്ന് എഴുതുക. റൈറ്റ് 1 ഫീച്ചർ ഈച്ച്. ഓരോന്നിൻ്റെയും ഓരോ ഫീച്ചറെങ്കിലും വെച്ച് എഴുതാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ലീഡർഷിപ്പ് സ്റ്റൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോക്രാറ്റിക് അല്ലെങ്കിൽ അതോറിറ്റേറിയൻ ലീഡറുണ്ട്, ഡെമോക്രാറ്റിക് ഓർ പാർട്ടിസിപ്പേറ്റീവ് ലീഡറുണ്ട്, ലേസർ ഫെയർ ഓർ ഫ്രീ റെയിൻ ലീഡറുണ്ട്, അല്ലേ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ലീഡേഴ്സിനും ഓരോരോ പ്രത്യേകതകളുണ്ട്. ഓട്ടോക്രാറ്റിക് ലീഡറുടെ പ്രധാനപ്പെട്ട പ്രത്യേകത കമ്മ്യൂണിക്കേഷൻ ഈസ് ഓൺലി വൺ വേ ആണ്, അല്ലേ. അദ്ദേഹം പറയുന്നത്, ആ സുപ്പീരിയർ ഓഫീസർ പറയുന്നത് അക്ഷരം പ്രതി അവരുടെ സബോർഡിനേറ്റ്സ് അനുസരിച്ചിരിക്കണം, അല്ലേ. അപ്പോൾ 1 വേ കമ്മ്യൂണിക്കേഷനാണ് കൂടുതലും വരിക. തിരിച്ചൊരു റെസ്പോൺസ് കുറവാണ്. ദെൻ ഡെമോക്രാറ്റിക് വേ ആണെങ്കിൽ ലീഡർ ടേക്സ് ഡിസിഷൻ ഇൻ കൺസൾട്ടേഷൻ. സബോർഡിനേറ്റ്സിൻ്റെയോടുകൂടി അവരുടെ കൂടി അഭിപ്രായം ചോദിച്ചിട്ട് മാത്രമേ ലീഡർ ഒരു തീരുമാനം എടുക്കുകയുള്ളൂ, അല്ലേ. അതാണ് ഡെമോക്രാറ്റിക് വേ, ജനാധിപത്യമായിട്ടുള്ള രീതി എന്ന് പറയുന്നത്. ഇനി ലേസർ ഫെയർ ഓർ ഫ്രീ റെയിൻ ലീഡർ ആണെങ്കിൽ ലീഡേഴ്സ് ഗീവ് ഹി സബോർഡിനേറ്റ്സ് ദ കംപ്ലീറ്റ് ഫ്രീഡം ടു ടേക്ക് ദ ഡിസിഷൻ. ഇവിടെ ലീഡർ സബോർഡിനേറ്റ്സിന് തീരുമാനം എടുക്കാനുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഫ്രീഡം അല്ലെങ്കിൽ അധികമായിട്ടുള്ള ഫ്രീഡമാണ് നൽകുന്നത്. ഒരു കാര്യത്തിലും ലീഡർ ഇടപെടുന്നില്ല, എല്ലാം സബോർഡിനേറ്റ്സിന് വിട്ടുകൊടുക്കുന്നു, അല്ലേ. അപ്പോൾ അതിനെയാണ്, അത്തരത്തിലുള്ള ലീഡേഴ്സിനെയാണ് ലേസർ ഫെയർ ലീഡർ എന്ന് പറയുന്നത്, അല്ലേ. അപ്പോൾ അതും ഒരു ലീഡർഷിപ്പ് സ്റ്റൈലാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. പ്രിപ്പയർ എ ബ്രീഫ് നോട്ട് ഓൺ ഫിനാൻസ് ഫംഗ്ഷൻ. ഫിനാൻസ് ഫംഗ്ഷനെ കുറിച്ച് ഒരു ചെറിയ വിവരണം നൽകാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ഫിനാൻഷ്യൽ മാനേജറുടെ അയാൾ ചെയ്യുന്ന ജോലിയാണ് ഫൈനാൻസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്, അല്ലേ. ദി ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ ഏരിയാസ് ഓഫ് എ ഫിനാൻഷ്യൽ മാനേജർ ഈസ് നോൺ ആസ് ഫിനാൻസ് ഫംഗ്ഷൻ. ഫിനാൻസ് ഫംഗ്ഷനിൽ 3 ഫംഗ്ഷൻസാണ് ഉൾപ്പെടുക. ഒന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ, ഫൈനാൻസിങ് ഡിസിഷൻ, ഡിവിഡൻഡ് ഡിസിഷൻ, അല്ലേ. എവിടെയാണ് ഈ പണം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, എവിടെ നിന്നാണ് ഈ പണം കണ്ടെത്തേണ്ടത്, ഫിനാൻസിങ് ഡിസിഷൻ, ഡിവിഡൻഡ് കൊടുക്കണോ അതോ കമ്പനിയിലെ ഫണ്ട് റീറ്റെയിൻ ചെയ്യണോ, ഇത്തരത്തിലുള്ള 3 ഡിസിഷൻസാണ് ഫിനാൻഷ്യൽ മാനേജറായിട്ട് മെയിനായിട്ടും എടുക്കേണ്ടി വരിക, അല്ലേ. ദെൻ വിച്ച് ആർ ദി 3 ടയർ ഗ്രീവൻസ് റീഡർസൽ മെക്കാനിസം അണ്ടർ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം ഒരു 3 തലത്തിലുള്ള പരാതി പരിഹാര സെല്ലുണ്ട്. ആ 3 ടയർ സിസ്റ്റത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ഡിസ്ട്രിക്ട് ഫോറം ഉണ്ട്, അല്ലേ. എസ്റ്റാബ്ലിഷ്ഡ് ബൈ സ്റ്റേറ്റ് ഗവൺമെൻറ് ഇൻ ഓൾ ഡിസ്ട്രിക്ട്. എല്ലാ ഡിസ്ട്രിക്റ്റിലും ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനുണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്റ്റേറ്റ് ലെവലിൽ സ്റ്റേറ്റ് കമ്മീഷനുണ്ട്. പിന്നെ നാഷണൽ ലെവലിൽ നാഷണൽ കമ്മീഷനുണ്ട്, അല്ലേ. അപ്പോൾ അത് ഓർത്തിരിക്കുക. ദെൻ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ ഫോളോവിങ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്. നമുക്ക് 4 മാർക്കിൻ്റെ ക്വസ്റ്റിലേക്ക് പോകാം. അതിൽ യൂണിറ്റി ഓഫ് കമാൻഡ്, എക്സ്പ്രൈറ്റ് ഡി കോർപ്സ്, സ്കാലാർ ചെയിൻ ഓർഡർ, അല്ലേ. 14 പ്രിൻസിപ്പിൾസ് നിങ്ങൾ പഠിച്ചിരിക്കണം. എഫ് ആയിട്ട് ചോദിക്കാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള അത് തന്നെയാണ്. അല്ലെങ്കിൽ ഇതുപോലെ 4 മാർക്കിൻ്റെ ക്വസ്റ്റിനിൽ ഇങ്ങനെ പാർട്ടായിട്ടും ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ യൂണിറ്റി ഓഫ് കമാൻഡ് എന്താണ്, എക്സ്പ്രൈറ്റ് ഡി കോർപ്സ് എന്താണ്. യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈച്ച് എംപ്ലോയി ഷുഡ് റിസീവ് ഓർഡേഴ്സ് ഫ്രം 1 സുപ്പീരിയർ ഓൺലി, അല്ലേ. ഒരാളിൽ നിന്ന് മാത്രമേ ഓർഡർ സ്വീകരിക്കാവുള്ളൂ. എക്സ്പ്രൈറ്റ് ഡി കോർപ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിയൻ സ്ട്രെങ്ത് ആണ്, എൻ്റെ അർത്ഥം എന്ന് പറഞ്ഞത്. അതായത് ഒരു ടീം മെമ്പേഴ്സിൻ്റെ ഇടയിൽ ഒരു കോർഡിനേഷൻ ഉണ്ടായിരിക്കണം, അവർ ഒറ്റക്കെട്ടായിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതാണ് എന്നുള്ളതാണ് എക്സ്പ്രൈറ്റ് ഡി കോർപ്സ് എന്ന് പറയുന്നത്. സ്കെലാർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അതോറിറ്റി അത് ലോവസ്റ്റ് ലെവലിലേക്ക് അതോറിറ്റി ഒഴുകുമ്പോൾ അതിനൊരു പർട്ടിക്കുലർ ചാനൽ ഉണ്ടായിരിക്കും. അതായത് സുപ്പീരിയർ ഓഫീസറിൽ നിന്ന് സബോർഡിനേറ്റ്സിലേക്ക് ആ ഒരു റാങ്ക് അനുസരിച്ച് മാത്രമേ കമ്മ്യൂണിക്കേഷൻ ഫ്ലോ ചെയ്യാവുള്ളൂ എന്നുള്ളതാണ് സ്കെലാർ ചെയിൻ സൂചിപ്പിക്കുക. ഓർഡർ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ സൂചിപ്പിക്കുന്നത് ഓൾ മെറ്റീരിയൽ ആർ ടു ബി കെപ്റ്റ് ഇൻ പ്രോപ്പർ പ്ലേസ്, അല്ലേ. അതായത് മെറ്റീരിയൽ ഓർഡറും ഉണ്ട്, സോഷ്യൽ ഓർഡറും ഉണ്ട്. ഓരോ മെറ്റീരിയലും അത് വെക്കേണ്ട സ്ഥലത്ത് തന്നെ വെക്കണം. ഓരോ മനുഷ്യനെയും അവിടുത്തെ എംപ്ലോയിയെയും അയാളെ ഏൽപ്പിച്ചിരിക്കുന്ന അയാൾക്ക് അനുയോജ്യമായിട്ടുള്ള റൈറ്റ് ജോബിൽ അയാളെ പ്രതിഷ്ഠിച്ചിരിക്കണം, അല്ലേ. ആ ജോലി തന്നെ അയാൾക്ക് കൊടുത്തിരിക്കണം. അതാണ് സോഷ്യൽ ഓർഡർ എന്ന് പറയുന്നത്, അല്ലേ. ഐഡൻറ്റിഫൈ എനി 4 ഡയമെൻഷൻസ് ഓഫ് ബിസിനസ് എൻവയർമെൻറ്റ് ആൻഡ് പോയിൻ്റ് ഔട്ട് 1 എക്സാമ്പിൾ ഈച്ച്. അപ്പോൾ നമ്മൾ ബിസിനസ് എൻവയർമെൻറ്റിൻ്റെ 4 ഡയമെൻഷൻസ്, പല ഡയമെൻഷൻസ് ഉണ്ട്. അതിൽ എക്കണോമിക് എൻവയർമെൻറ്റ് ഉണ്ട്, സോഷ്യൽ എൻവയർമെൻറ്റ് ഉണ്ട്, ടെക്നോളജിക്കൽ എൻവയർമെൻറ്റ് ഉണ്ട്, പൊളിറ്റിക്കൽ എൻവയർമെൻറ്റ് ഉണ്ട്, ലീഗൽ എൻവയർമെൻറ്റ് ഉണ്ട്. അപ്പോൾ അതിലേക്ക് ഏതെങ്കിലും ഒരെണ്ണം എക്കണോമിക് എൻവയർമെൻറ്റ് എന്ന് എഴുതുക.
അതിനുശേഷം എക്കണോമിക് കണ്ടീഷൻ, എക്കണോമിക് സിസ്റ്റം, എക്കണോമിക് പോളിസി, ഇൻഫ്ലേഷൻ റേറ്റ്, അതൊക്കെ എക്കണോമിക് എൻവയറമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അല്ലേ. സോഷ്യൽ എൻവയറമെൻറ്റിൽ ആറ്റിറ്റ്യൂഡ് ഓഫ് പീപ്പിൾ, കൾച്ചറൽ ഹെറിറ്റേജ്, ലൈഫ് സ്റ്റൈൽ, കസ്റ്റംസ് അതെല്ലാം വരും. ടെക്നോളജിക്കൽ എൻവയറമെൻറ്റിലും അതുപോലെ തന്നെ ഐറ്റംസ് ഉണ്ട്. ഇതിലെല്ലാം നിങ്ങൾ പറഞ്ഞിരിക്കുന്ന ഓരോന്ന് എഴുതിയാൽ മതി എന്നാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം പഠിച്ചു വയ്ക്കുക. പബ്ലിക് എക്സാമിന് വേണ്ടി നിങ്ങൾക്ക് ഇപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് ചോദിക്കാം. Then explain the first 4 stages in controlling process. Controlling processലെ ഫസ്റ്റ് 4 സ്റ്റേജസ് ആണ് ചോദിച്ചിരിക്കുന്നത്. എസ്റ്റാബ്ലിഷിംഗ് സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ സെറ്റിംഗ് അപ്പ് ഓഫ് സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുക, ആക്ച്വൽ പെർഫോമൻസ് മെഷർ ചെയ്യുക, ആക്ച്വൽ പെർഫോമൻസിനെ സ്റ്റാൻഡേർഡുമായിട്ട് കമ്പയർ ചെയ്യുക, അതിൻ്റെ ഡീവിയേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അനലൈസ് ചെയ്യുക, അതിൻ്റെ കോസ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഫോളോ അപ്പ് ആക്ഷൻ, അങ്ങനെ പല സ്റ്റേജസ് ആണുള്ളത് അല്ലേ. ആ 4 സ്റ്റേജസ് ആണ് പറഞ്ഞിരിക്കുന്നത്. Then capital budgeting decisions are very important for an organization. ഒരു ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ ഒരു സ്ഥാപനത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ അത് ലോങ് ടൈം ഫിക്സഡ് അസറ്റ് വാങ്ങുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഡിസിഷനെയാണ് നമ്മൾ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റേതായ ചില പ്രത്യേകതകളുണ്ട്. അതായത് ഹ്യൂജ് എമൗണ്ട് ഈസ് റിക്വയർഡ് അല്ലേ, വലിയൊരു എമൗണ്ട് ആവശ്യമാണ്. ഒപ്പം തന്നെ ആ എമൗണ്ട് ഇറിവേഴ്സിബിൾ ആണല്ലേ. പെട്ടെന്ന് നമുക്ക് ലാൻഡിലേക്ക് പണം മുടക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് അത് വിറ്റ് നമുക്ക് ക്യാഷ് തിരിച്ചു കിട്ടാൻ ബുദ്ധിമുട്ടാണ്. വലിയ മെഷീനറി വാങ്ങിച്ചാലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഹ്യൂജ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമായതുകൊണ്ടും ഇറിവേഴ്സിബിൾ ആയതുകൊണ്ടും ക്യാഷായിട്ട് പെട്ടെന്ന് മാറ്റാൻ പറ്റാത്തതുകൊണ്ടൊക്കെ ലോങ് ടൈം ഫിക്സഡ് അസറ്റിൽ മുടക്കുന്നത്, അതായത് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് എഴുതിയാൽ മതി. ലോങ് ടൈം ഗ്രോത്തിലേക്ക് വേണ്ടി നമുക്ക് ഈ ഒരു ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ ആവശ്യമാണ്. ലോങ് ടൈമിലേക്ക് വേണ്ടി നമ്മൾ ലോങ് ടൈം അസറ്റിൽ പണം മുടക്കേണ്ടതുണ്ട്. ലാർജ് എമൗണ്ട്, കൂടുതൽ എമൗണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റിസ്ക് കൂടുതലാണ്. ഇറിവേഴ്സിബിൾ ആണ്. ഒരിക്കൽ നമ്മൾ ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഡിസിഷൻ മാറ്റിയിട്ട് ആ ഒരു നമ്മൾ വാങ്ങിച്ചിരിക്കുന്ന മെഷീനറി അല്ലെങ്കിൽ ലാൻഡ് അതിനെ ഡിസ്പോസ് ചെയ്തെടുക്കുമ്പോൾ ഒരു പക്ഷേ നമുക്ക് ലോസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അല്ലേ. ദെൻ ചൂസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഐറ്റം ഫ്രം ദി കോളം ബി ആൻഡ് മാച്ച് ദ ഫോളോവിംഗ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അഡ്വർടൈസിങ്ങിൽ ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് അത് വരുന്നത് എന്താണ്, മാസ് റീച്ച് ആണ് അല്ലേ. അതായത് ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് അഡ്വർടൈസ്മെൻറ്റിലൂടെ എത്തുന്നു അല്ലേ. അപ്പോൾ മാസീവ് അഡ്വർടൈസ്മെൻറ്റ് നമ്മൾ ടി വിയിലേക്ക് കൊടുക്കുമ്പോൾ ധാരാളം ആളുകളിലേക്ക് പെട്ടെന്ന് എത്തുന്നുണ്ടല്ലേ. അപ്പോൾ മാസ് റീച്ച് അതുകൊണ്ട് ഉദ്ദേശിക്കാം. ഇനി സെയിൽസ് പ്രൊമോഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് അറ്റൻഷൻ വാല്യൂ ഉണ്ടല്ലേ. അതായത് കൂപ്പൺ, ഒപ്പം തന്നെ നറുക്കെടുപ്പ്, അല്ലെങ്കിൽ ഒരു ഉൽപ്പന്നം വാങ്ങിക്കുമ്പോൾ മറ്റൊരു ഉൽപ്പന്നം ഫ്രീ, ലിമിറ്റഡ് ടൈം പീരീഡ് ഓഫർ, അതൊക്കെയാണ് സെയിൽസ് പ്രൊമോഷനിൽ വരുന്നത് അല്ലേ. അപ്പോൾ ആളുകളുടെ അറ്റൻഷൻ, ശ്രദ്ധ പെട്ടെന്ന് പിടിച്ചു പറ്റുന്നതിന് വേണ്ടിയാണ് സെയിൽസ് പ്രൊമോഷൻ ഉപയോഗിക്കുക. പേഴ്സണൽ സെല്ലിങ്ങിൽ ഡയറക്റ്റ് ഫീഡ്ബാക്കാണ്. കാരണം ഡയറക്റ്റായിട്ട് കസ്റ്റമേഴ്സുമായിട്ട് ഉള്ള ഒരു സംസാരത്തെയാണ് നമ്മൾ, അല്ലെങ്കിൽ അതിലൂടെ വിൽക്കാൻ ശ്രമിക്കുന്നതിനെയാണ് നമ്മൾ പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഡയറക്റ്റ് ഫീഡ്ബാക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. പബ്ലിക് റിലേഷൻസ് എന്ന് പറഞ്ഞാൽ സ്റ്റിമുലേറ്റ് സെയിൽസ് ഫോഴ്സ് അല്ലേ. അത് മീഡിയ വഴി ആ ഒരു സ്ഥാപനത്തിന് ന്യൂസ് വാല്യുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ആ ഒരു ബ്രാൻഡിൻ്റെ ഇമേജ് കൂടുകയും അത് സെയിൽസ് ഫോഴ്സിന് കൂടുതൽ എളുപ്പമാക്കി തീർക്കുകയും ചെയ്യും അവരുടെ ജോലി അല്ലേ. അവർക്ക് കൂടുതൽ ബുദ്ധിമുട്ടാതെ തന്നെ അവർക്ക് ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ വേണ്ടി സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിതിനെ മാച്ച് ചെയ്യേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ആൻസർ എനി 3. നമുക്ക് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നോക്കുക. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ എനി 5 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റിന് 5 ക്യാരക്ടറിസ്റ്റിക്സുകളും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അത് ഹെഡിങ് എഴുതിയിട്ട് അതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുത്തിരിക്കണം അല്ലേ. മാനേജ്മെൻറ്റ് ഈസ് എ ഗ്രൂപ്പ് ആക്ടിവിറ്റി. മാനേജ്മെൻറ്റ് എന്ന് വെച്ചാൽ ഗ്രൂപ്പ് ആക്ടിവിറ്റിയാണ് എന്നുള്ളത് എക്സ്പ്ലനേഷൻ കൊടുക്കുക. മാനേജ്മെൻറ്റ് ഈസ് ഗോൾ ഓറിയൻറ്റഡ് പ്രോസസ്. മാനേജ്മെൻറ്റ് ഈസ് കണ്ടിന്യൂസ് പ്രോസസ്. മാനേജ്മെൻറ്റ് ഈസ് ആൻ ഇൻടാഞ്ചിബിൾ ഫോഴ്സ്. മാനേജ്മെൻറ്റ് ഈസ് എ ഡൈനാമിക് ഫംഗ്ഷൻ അല്ലേ. അപ്പോൾ ഏതെങ്കിലും നമ്മൾ പഠിച്ചിരിക്കുന്ന ഏതെങ്കിലും 5 ഫീച്ചർ, മാനേജ്മെൻറ്റിൻ്റെ ഫീച്ചർ ഇവിടെ എഴുതുക. ദെൻ പ്ലാനിങ് ഈസ് നോട്ട് ഫ്രീ ഫ്രം ലിമിറ്റേഷൻസ്. പ്ലാനിങ്ങിൻ്റെ ലിമിറ്റേഷൻസ് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. പ്ലാനിങ്ങിൻ്റെ ലിമിറ്റേഷൻസ് നമ്മൾ പഠിച്ചിരിക്കണം. ലാക്ക് ഓഫ് റിലയബിൾ ഡാറ്റ, നമുക്ക് കിട്ടുന്ന ഡാറ്റ റിലയബിൾ അല്ലെങ്കിൽ വിശ്വസിക്കാൻ പറ്റില്ലെങ്കിൽ നമുക്ക് പ്ലാനിങ് ഫെയിലർ ആയേക്കാം. റെസിസ്റ്റൻസ് ടു ചേഞ്ച്, മാറ്റത്തോടുള്ള ആളുകളുടെ ആ ഒരു വൈമുഖ്യം അല്ലെങ്കിൽ മടി അല്ലേ, മാറ്റങ്ങളെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ആളുകളുടെ മടി, അത് പ്ലാനിങ്ങിന് ഒരു ഫെയിലർ ആകാറുണ്ട്. റിജിഡിറ്റി, ഒരിക്കലും ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് മാറ്റാൻ പറ്റാത്ത അവസ്ഥ, റിജിഡിറ്റി, ഇൻഫ്ലെക്സിബിലിറ്റി. പ്ലാനിങ് മേ നോട്ട് വർക്ക് ഇൻ ഡൈനാമിക് എൻവയറമെൻറ്റ്. പെട്ടെന്ന് പൊളിറ്റിക്കൽ, ലീഗൽ, എക്കണോമിക്, ടെക്നോളജിക്കൽ എല്ലാ കാര്യങ്ങളും മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എല്ലാം അതുപോലെ തന്നെ നടക്കണമെന്നില്ല. അപ്പോൾ ഡൈനാമിക് എൻവയറമെൻറ്റ് എന്ന് വെച്ചാൽ എവർ ചേഞ്ചിങ് എൻവയറമെൻ്റ് ആണ് ഉള്ളത്. ഇതെല്ലാം മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് പ്ലാനിങ് ഇപ്പോഴും വർക്കാവണമെന്നില്ല, മേ നോട്ട് വർക്ക് അല്ലേ. പ്ലാനിങ് റെഡ്യൂസസ് ക്രിയേറ്റിവിറ്റി. ഒരിക്കലും കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആളുകൾക്ക് സ്വന്തമായിട്ട് ആലോചിച്ച് ചെയ്യാനുള്ള ആ ഒരു ക്രിയേറ്റിവിറ്റി കുറയാനുള്ള സാധ്യതയുണ്ടല്ലേ. അപ്പോൾ പ്ലാനിങ് റെഡ്യൂസസ് ക്രിയേറ്റിവിറ്റി. ഇനി ഡിഫറൻഷിയേറ്റ് ഫോർമൽ ഓർഗനൈസേഷൻ ഫ്രം ആൻ ഇൻഫോർമൽ ഓർഗനൈസേഷൻ. ഫോർമൽ ഓർഗനൈസേഷനും ഇൻഫോർമൽ ഓർഗനൈസേഷനും നമ്മൾ വ്യത്യാസം നോക്കുക. ഫോർമൽ ഓർഗനൈസേഷൻ്റെ മീനിങ് തന്നെ ഇവിടെ ടോപ്പ് മാനേജ്മെൻറ്റ് ഡെലിബറേറ്റ് ഡിസൈൻ ചെയ്യുന്നതാണ് ഫോർമൽ ഓർഗനൈസേഷൻ. ഇൻഫോർമൽ ഓർഗനൈസേഷൻ സ്പോണ്ടേനിയസ് ആയിട്ട് ആളുകൾക്കിടയിൽ
തനിയെ വരുന്നതാണ് അല്ലേ, അവരുടെ സോഷ്യൽ ഇൻട്രാക്ഷൻ വഴി ഫ്രണ്ട്ഷിപ്പ് വഴി ഉണ്ടായി വരുന്നതാണ് ഒരു ഔപചാരിക സംഘടന എന്ന് പറയുന്നത്. അതിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർമൽ ഓർഗനൈസേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് ഓർഗനൈസേഷൻ തന്നെയാണ് അല്ലേ. ഇവിടെ അതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് എംപ്ലോയീസിൻ്റെ പേഴ്സണൽ ആൻഡ് സോഷ്യൽ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയാണ്. ഫ്രണ്ട്ഷിപ്പിനോടും കൂട്ടുകൂടാനുള്ള അവരുടെയൊക്കെ ആ ഒരു താല്പര്യത്തിൻ്റെ പുറത്താണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ രൂപം കൊള്ളുന്നത്. ഫോർമൽ കമ്മ്യൂണിക്കേഷനാണ് ഫോർമൽ ഓർഗനൈസേഷനിൽ നടക്കുന്നത്. ഇൻഫോർമൽ ഓർഗനൈസേഷനിൽ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഫ്രണ്ട്ലി കമ്മ്യൂണിക്കേഷൻ അല്ലേ, അതിന് നമ്മൾ ഗ്രേപ്പ് വൈൻ എന്നൊക്കെ പറയും അല്ലേ, മുന്തിരിവള്ളികൾ എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് ഈ ഒരു ഇൻഫോർമൽ ഓർഗനൈസേഷനിലെ കമ്മ്യൂണിക്കേഷനെ സൂചിപ്പിക്കുന്ന പദമാണ് ഗ്രേപ്പ് വൈൻ. ആ പദമൊക്കെ ഓർത്തിരിക്കുക. ദെൻ അതിൻ്റെ നേച്ചറിൽ ഫോർമൽ ഓർഗനൈസേഷൻ റിജിഡ് ആകുമ്പോൾ ഇൻഫോർമൽ ഓർഗനൈസേഷൻ ഫ്ലെക്സിബിൾ ആണ്. ദെൻ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ മാനേജേഴ്സ് ആർ ലീഡേഴ്സ്. ഫോർമൽ ഓർഗനൈസേഷനിലെ മാനേജേഴ്സാണ് ലീഡേഴ്സ്. പക്ഷേ ഇവിടെ ഇൻഫോർമൽ ഓർഗനൈസേഷൻ വരുമ്പോൾ മാനേജർമാർ തന്നെ ആയിരിക്കണം ലീഡർ ആണെന്നില്ല. അവിടുത്തെ ആളുകളുടെ മുന്നിൽ ആർക്കാണോ കൂടുതൽ സ്വാധീനമുള്ളത് അവരായിരിക്കും അവിടെ ലീഡറായിട്ട് എമർജ് ചെയ്ത് വരിക അല്ലേ. ദെൻ ബിഹേവിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടായിരിക്കും, അത് ഫോർമൽ ഓർഗനൈസേഷനിൽ പാലിക്കും. ദർ ഈസ് നോ സെറ്റ് ബിഹേവിയർ പാറ്റേൺ, അങ്ങനെയുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും ഇവിടെ ഇല്ല. ഇനി സ്റ്റെബിലിറ്റിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഫോർമൽ ഓർഗനൈസേഷൻ യൂഷ്വലി സ്റ്റേബിളാണ്, ദീർഘകാലം നീണ്ടു നിൽക്കും. പക്ഷേ ഇറ്റ് ഡസൻ ലാസ്റ്റ് ലോങ് അല്ലേ. ഇൻഫോർമൽ ഓർഗനൈസേഷൻ അങ്ങനെ ദീർഘകാലം നീണ്ടു നിൽക്കില്ല. Then what is the technical term used to represent the mix between ഓണേഴ്സ് ഫണ്ട് ആൻഡ് ബോറോഡ് ഫണ്ട്? ഓണേഴ്സ് ഫണ്ടും ബോറോഡ് ഫണ്ടും തമ്മിലുള്ള ആ ഒരു മിക്സ്, അതിനെ സൂചിപ്പിക്കുന്ന ടെക്നിക്കൽ ടേം എന്താണ്? അതിനെ സൂചിപ്പിക്കുന്നത് ക്യാപിറ്റൽ സ്ട്രക്ചർ ആണല്ലേ. അപ്പോൾ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്താണെന്നും അതിൻ്റെ ഫാക്ടേഴ്സ്, അതിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സുമാണ് നമ്മളിനി അടുത്ത് എഴുതേണ്ടത് അല്ലേ. ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ അതിനൊരു മാർക്ക് കിട്ടും. ഇതിന് 8 പോയിന്റുകൾ എക്സ്പ്ലെയിൻ ചെയ്യണം. ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി, ഫിനാൻഷ്യൽ ലിവറേജ് ഓർ ക്യാപിറ്റൽ ഗിയറിംഗ് എന്താണെന്നുള്ളത് എഴുതണം. ട്രേഡിംഗ് ഓൺ ഇക്വിറ്റിക്ക് എന്തെന്ന് അല്ലാതെ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഫ്ലോട്ടേഷൻ കോസ്റ്റ്, റിസ്ക് കൺസിഡറേഷൻ, ഫ്ലെക്സിബിലിറ്റി, ക്യാപിറ്റൽ സ്ട്രക്ചർ ഓഫ് അതർ കമ്പനീസ്, ലീഗൽ ഫ്രെയിംവർക്ക്, സ്റ്റോക്ക് മാർക്കറ്റ് കണ്ടീഷൻ, ക്യാഷ് ഇൻഫ്ലോ ഓഫ് ദി ബിസിനസ്. അതായത് ക്യാപിറ്റൽ സ്ട്രക്ചറിനെ അഫക്റ്റ് ചെയ്യുന്ന ഡിഫറൻറ്റ് ഫാക്ടേഴ്സ് ഉണ്ട്, അതിൻ്റെ എക്സ്പ്ലനേഷൻ സഹിതം എഴുതുക കേട്ടോ. ദെൻ എസ് എ ക്വസ്റ്റിലേക്ക് വരുമ്പോൾ ഇറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് സെർച്ചിങ് ഫോർ പ്രോസ്പെക്റ്റീവ് എംപ്ലോയീസ് ആൻഡ് സ്റ്റിമുലേറ്റിംഗ് ദം ടു അപ്ലൈ ഫോർ ജോബ്. അപ്പോൾ എന്താണ് വാട്ട് ഈസ് റിക്രൂട്ട്മെൻറ്റ് എന്ന് പഠിച്ചിരിക്കുന്ന ആളുകൾക്ക് അതറിയാം അല്ലേ. അതായത് നമുക്ക് പ്രോസ്പെക്റ്റീവ്, നമ്മുടെ സ്ഥാപനത്തിൽ എംപ്ലോയീസ് ആകാൻ സാധ്യതയുള്ള ആളുകൾക്ക് വേണ്ടി പ്രോസ്പെക്റ്റീവ് എംപ്ലോയീസിന് വേണ്ടി സെർച്ച് ചെയ്യുക, അവരെ നമ്മുടെ സ്ഥാപനത്തിലേക്ക് ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുക, സ്റ്റിമുലേറ്റ് ചെയ്യുക. ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരെന്താണ്? റിക്രൂട്ട്മെൻറ്റ് എന്ന് എഴുതണം അല്ലേ, റിക്രൂട്ട്മെൻറ്റ്. പിന്നെ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ 2 of its ഇൻറ്റേർണൽ സോഴ്സ് ആൻഡ് എനി 5 എക്സ്റ്റേണൽ സോഴ്സ്. അപ്പോൾ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് അതിൽ നിങ്ങൾ ഇൻറ്റേർണൽ സോഴ്സ് 2 എണ്ണവും എക്സ്റ്റേണൽ സോഴ്സ് 5 എണ്ണം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നിങ്ങൾ റിക്രൂട്ട്മെൻറ്റിന് എഴുതി, അതിനുശേഷം ഇൻറ്റേർണൽ സോഴ്സായിട്ട് ട്രാൻസ്ഫർ, പ്രൊമോഷൻ ആ കാര്യങ്ങൾ എഴുതാം. എക്സ്റ്റേണൽ സോഴ്സിൽ അഡ്വർടൈസ്മെൻറ്റ്, എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച്, ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ്, റെക്കമെൻഡേഷൻ ഓഫ് പ്രസൻറ്റ് എംപ്ലോയീസ്, ലേബർ കോൺട്രാക്ടേഴ്സ്. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും എഴുതിയിട്ട് അതിൻ്റെ എക്സ്പ്ലനേഷൻ സഹിതം എഴുതുക കേട്ടോ. മറ്റൊന്ന് മാസ്ലോസ് നീഡ് ഹയറാർക്കി നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. മാസ്ലോസ് നീഡ് ഹയറാർക്കി, മാസ്ലോ നീഡ് ഹയറാർക്കി എന്താണ്, ആരാണ് മാസ്ലോ? അബ്രാഹം എസ് മാസ്ലോ എന്നുള്ള എഴുതുക. അതിനുശേഷം ബേസിക് ഓർ ഫിസിയോളജിക്കൽ നീഡ്, സേഫ്റ്റി ഓർ സെക്യൂരിറ്റി നീഡ്, സോഷ്യൽ നീഡ്, അഫിലിയേഷൻ ഓർ ബിലോങ്ങിങ്സ് നീഡ്, എസ്റ്റീം നീഡ്, സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്, ഇതെല്ലാം എക്സാമ്പിൾ സഹിതം ഇവിടെ വിശദീകരിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെസ്സയാണ്, അത് കൃത്യമായിട്ട് തന്നെ പഠിച്ചു വയ്ക്കുക. ഗീവ് എ ബ്രീഫ് അക്കൗണ്ട് ഓഫ് എനി 8 ഫംഗ്ഷൻസ് ഓഫ് മാർക്കറ്റിംഗ്. മാർക്കറ്റിങ്ങിലെ 8 ഫംഗ്ഷൻസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഗാദറിംഗ് ആൻഡ് അനലൈസിംഗ് മാർക്കറ്റിംഗ് ഇൻഫർമേഷൻ, മാർക്കറ്റിംഗ് പ്ലാനിംഗ്, പ്രൊഡക്റ്റ് ഡിസൈനിങ് ആൻഡ് എൻവയർമെൻറ്റ്, സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് ഗ്രേഡിംഗ്, പാക്കേജിങ് ആൻഡ് ലേബലിംഗ്, ഇതെല്ലാം മാർക്കറ്റിങ്ങിലെ ഫംഗ്ഷൻസ് ആണ്. ബ്രാൻഡിങ്, പ്രൈസിങ്, പ്രൊമോഷൻ, ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ, ട്രാൻസ്പോർട്ടേഷൻ, അതിലേതെങ്കിലും 8 എണ്ണം എഴുതാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇത് എല്ലാം തന്നെ ഈ ഒരു എക്സാമിന് വന്നിരിക്കുന്ന എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ഇതുപോലെ തന്നെ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. പബ്ലിക് എക്സാമിനും കുറേയൊക്കെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇതുകൂടാതെ എക്സ്ട്രാ നിങ്ങൾ പഠിച്ചെടുക്കുകയും ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ക്ലാസ്സുകൾ നമ്മുടെ പ്ലേലിസ്റ്റ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്ന രീതിയിൽ വളരെ ഷോർട്ടായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും പഠിച്ചെടുക്കുക, നന്നായിട്ട് എക്സാം എഴുതുക. ഓക്കെ, താങ്ക്